പ്രിയ സുഹൃത്തുക്കളെ, ബോധിവഴികളിലേക്ക് സ്വാഗതം. നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന, ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും പൂർണ്ണമായി അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റനോട്ടത്തിൽ ആരെയും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ചില ലക്ഷണങ്ങൾ, ചില സൂചനകൾ നമുക്ക് അപകടകരമായ മുന്നറിയിപ്പുകൾ നൽകും. ആ സൂചനകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില നിർണായകമായ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. വിവാഹത്തിന് മുൻപ് അല്ലെങ്കിൽ ഒരു ബന്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഓരോ വ്യക്തിയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും 5 പ്രധാന ലക്ഷണങ്ങൾ. ഇത് വെറുമൊരു അറിവല്ല, മറിച്ച് ആചാര്യൻ ചാണക്യൻ തന്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാലങ്ങളായി തെളിയിക്കപ്പെട്ട ഒരു ജീവിതതന്ത്രമാണ്. ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു സുപ്രധാന കാര്യമാണ്. ഒരുപക്ഷെ ഈ അറിവ് തെറ്റായൊരു ബന്ധത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ ശരിയായ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് വിവാഹം. ആ തീരുമാനം തെറ്റിപ്പോയാൽ ജീവിതം തന്നെ കൈവിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകാം. അതുകൊണ്ട് ഈ വിലപ്പെട്ട അറിവിനായി അല്പസമയം മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നൽകുന്ന പിന്തുണ ഞങ്ങൾക്ക് വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ ആളുകളെ കണ്ടുമുടിക്കുകയും അവരെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യാറുണ്ട്. പിന്നീട് അവർ നമ്മളെ ചതിക്കുമ്പോൾ നമ്മൾ മാനസികമായി തളർന്നുപോകും. എന്നാൽ മഹാനായ ആചാര്യൻ ചാണക്യൻ അദ്ദേഹത്തിന്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിലൂടെ ഇത്തരക്കാരെ എങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാമെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ചാണക്യനൊരു മഹാനായ പണ്ഡിതനും തത്വജ്ഞാനിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജതന്ത്ര ഉപദേഷ്ടാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കാലാതീതമാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അവയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ചാണക്യനീതി അനുസരിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികളിൽ ചില പൊതുവായ ലക്ഷണങ്ങൾ പ്രകടമായിരിക്കും. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ ലക്ഷണം: സംസാരത്തിലെ പൊരുത്തക്കേടുകൾ. ചാണക്യൻ പറയുന്നു, യസ്യ നാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതി കിം, ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണഃ കിം കരിഷ്യതി. അർത്ഥം: സ്വന്തമായി വിവേകമില്ലാത്ത ഒരാൾക്ക് ശാസ്ത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? കണ്ണുകളില്ലാത്ത ഒരാൾക്ക് കണ്ണാടി കൊണ്ട് എന്ത് കാര്യം? ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആയുധം അവരുടെ വാക്കുകളാണ്. എന്നാൽ ആ വാക്കുകളിൽ സത്യസന്ധതയില്ലെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ് അവരുടെ സംസാരത്തിലെ പൊരുത്തക്കേടുകൾ. അവർ നിങ്ങളോടൊരു കാര്യം പറയും, എന്നാൽ മറ്റൊരാളോട് നേരെ വിപരീതമായ കാര്യമായിരിക്കും അവതരിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ തങ്ങളുടെ വാക്കുകളും നിലപാടുകളും മാറ്റിക്കൊണ്ടേയിരിക്കും. ഇന്ന് പറഞ്ഞ വാക്ക് നാളെ അവർക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷത്തിൽ എങ്ങനെ തടിതപ്പാം എന്നത് മാത്രമാണ് പ്രധാനം. നിങ്ങൾ അവരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവർ കള്ളമാണ് പറയുന്നതെങ്കിൽ അവരുടെ സംസാരത്തിൽ ഒരു പതർച്ചയോ വിറയലോ ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ അവർ മടി കാണിക്കും. ചിലപ്പോൾ അമിതമായി വാചാലരായി നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ പങ്കാളി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി നൽകാതെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് നിങ്ങൾ സംശയിക്കണം. സത്യസന്ധനായ ഒരു വ്യക്തിക്ക് ഒന്നും മറച്ചുവെക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരുടെ വാക്കുകൾ എപ്പോഴും വ്യക്തവും സ്ഥിരതയുള്ളതുമായിരിക്കും. എന്നാൽ കള്ളം പറയുന്നവരുടെ വാക്കുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു കള്ളം മറയ്ക്കാൻ അവർക്ക് പല കള്ളങ്ങൾ പറയേണ്ടിവരും. ഇതവരുടെ സംസാരത്തിൽ വ്യക്തമായി പ്രതിഫലിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ വാക്കുകളെ എപ്പോഴും ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. അവരുടെ സംസാരത്തിൽ തുടർച്ചയായി പൊരുത്തക്കേടുകൾ കടന്നുവരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ചെറിയ ചെറിയ കള്ളങ്ങൾ അനായാസം പറയുന്നവർക്ക് വലിയ കള്ളങ്ങൾ പറയാനും ഒരു മടിയുമുണ്ടാകില്ല. അത്തരക്കാരെ അകറ്റി നിർത്തുന്നതാണ് നിങ്ങളുടെ മാനസിക സമാധാനത്തിനും ഭാവിക്കും നല്ലത്. രണ്ടാമത്തെ ലക്ഷണം: പണത്തോടുള്ള അടങ്ങാത്ത ആർത്തി. ചാണക്യനീതിയിൽ പറയുന്നു, ധനാർത്ഥി ജീവലോകോയം ശ്മശാനേപി ധനഗ്രഹഃ. അർത്ഥം: ഈ ലോകം പണത്തെ ആഗ്രഹിക്കുന്നവരുടേതാണ്. ശ്മശാനത്തിൽ പോലും അവർ പണത്തെ ഉപേക്ഷിക്കുന്നില്ല. ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ പണം ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ്. എന്നാൽ ചിലർക്ക് പണത്തോടടങ്ങാത്ത ആർത്തിയായിരിക്കും. സ്നേഹബന്ധങ്ങളെക്കാളും മനുഷ്യത്വത്തെക്കാളുമെല്ലാം അവർ വിലമതിക്കുന്നത് പണത്തെയും ഭൗതിക നേട്ടങ്ങളെയുമായിരിക്കും. ഇങ്ങനെയുള്ളവരെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമോ സമാധാനപരമോ ആയിരിക്കില്ല.
പണത്തോട് ആർത്തിയുള്ള ഒരു സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും യഥാർത്ഥമായിരിക്കില്ല. നിങ്ങളുടെ കയ്യിൽ പണവും സ്ഥിരമായ സാമ്പത്തിക ഭദ്രതയുമുള്ളപ്പോൾ അവർ നിങ്ങളോടൊപ്പം നിഴലുപോലെ നിൽക്കും. എന്നാൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ഒരു നിമിഷം പോലും ചിന്തിക്കുകയില്ല. അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് യാതൊരു വിലയുമുണ്ടാകില്ല. ഇത്തരക്കാരെ എങ്ങനെ തിരിച്ചറിയാം? അവരെപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അമിതമായി ആകുലപ്പെടും. നിങ്ങൾ നൽകുന്ന സമ്മാനങ്ങളുടെ വിലയെക്കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കും. നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും അവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സ്നേഹത്തേക്കാൾ അവർ വിലമതിക്കുന്നത് നിങ്ങളുടെ പണത്തെയായിരിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ മാത്രമാണോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അവർക്ക് വില കൂടിയ സമ്മാനങ്ങൾ നൽകുമ്പോൾ മാത്രമാണോ അവർ സന്തോഷിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ ബന്ധം അപകടകരമാണ്. കാരണം പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും ഇവർ. നിങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും അവർക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. അതുകൊണ്ട് പണത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നവരെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുകയും ചെയ്യുക. മൂന്നാമത്തെ ലക്ഷണം മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത സ്വഭാവം. ചാണക്യൻ പറയുന്നു, മാതൃവത് പരദാനേഷു പരദ്രവ്യേഷു ലോഷ്ട്രവത് ആത്മവത് സർവഭൂതേഷു യഹ് പശ്യതി സ പണ്ഡിതഃ. അർത്ഥം: അന്യന്റെ ഭാര്യയെ അമ്മയെപ്പോലെയും അന്യന്റെ ധനത്തെ മൺകട്ട പോലെയും എല്ലാ ജീവജാലങ്ങളെയും തന്നെപ്പോലെയും കാണുന്നവനാകുന്നു പണ്ഡിതൻ. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് നിരീക്ഷിച്ചാൽ മതി. പ്രത്യേകിച്ച് അവരെക്കാൾ താഴ്ന്ന സ്ഥാനത്തുള്ളവരോട്. ഉദാഹരണത്തിന്, ഒരു ഹോട്ടലിലെ ജീവനക്കാരനോട്, വീട്ടുജോലിക്കാരോട് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളോട് അവർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ശ്രദ്ധിക്കുക. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾക്ക് മറ്റുള്ളവരോട് യാതൊരു ബഹുമാനവുമുണ്ടാകില്ല. അവർ എപ്പോഴും തങ്ങളാണ് വലിയവരെന്ന അഹങ്കാരത്തോടെ പെരുമാറുന്നവരായിരിക്കും. മറ്റുള്ളവരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമായിരിക്കും അവർ കാണുന്നത്. നിങ്ങളുടെ മുന്നിൽ വച്ച് അവർ വളരെ നല്ലവരായി അഭിനയിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ ബഹുമാനമില്ലാതെയാണ് പെരുമാറുന്നതെങ്കിൽ അതൊരു അപകട സൂചനയായി കണക്കാക്കണം. ഇന്ന് അവരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന ആൾ നാളെ നിങ്ങളോടും അതേ രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. ഒരു നല്ല വ്യക്തിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ സാധിക്കും. അവർ ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല. എന്നാൽ അഹങ്കാരികളും സ്വാർത്ഥരുമായ ആളുകൾക്ക് മറ്റുള്ളവരുടെ വേദന ഒരു പ്രശ്നമായിരിക്കില്ല. അവർക്ക് വേണ്ടത് അവരുടെ സന്തോഷം മാത്രമായിരിക്കും. അതിനുവേണ്ടി അവർ ആരെയും വേദനിപ്പിക്കാൻ മടിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. അവർ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ? അവർക്ക് സഹാനുഭൂതിയുണ്ടോ? ഇല്ലെങ്കിൽ ആ ബന്ധം പുനഃപരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം പരസ്പര ബഹുമാനമില്ലാത്തൊരു ബന്ധത്തിന് അധികം ആയുസ്സുണ്ടാകില്ല. നാലാമത്തെ ലക്ഷണം അമിതമായ സ്വാർത്ഥത. സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ചിലർക്ക് അത് അമിതമായിരിക്കും. അവരെന്ത് ചെയ്യുമ്പോഴും അതിൽ തങ്ങൾക്കെന്ത് ലാഭമുണ്ട് എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ അവർക്കൊരു വിഷയമേ ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കുന്നത് വളരെ ദുഷ്കരമായിരിക്കും. സ്വാർത്ഥരായ ആളുകൾക്ക് ഒരു ബന്ധത്തിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുക്കാനായിരിക്കും താൽപ്പര്യം. നിങ്ങളുടെ സന്തോഷത്തിലോ ദുഃഖത്തിലോ അവർക്ക് യാതൊരു പങ്കുമുണ്ടാകില്ല. അവർക്ക് വേണ്ടത് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നത് മാത്രമാണ്. നിങ്ങളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ടു വരില്ല. പകരം നിങ്ങളെ ഒറ്റപ്പെടുത്തി അവർ അവരുടെ കാര്യങ്ങൾ നോക്കിപ്പോകും. നിങ്ങളുടെ പങ്കാളി എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും മാത്രം മുൻഗണന നൽകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ലേ? എങ്കിൽ അവർ അമിതമായി സ്വാർത്ഥരാണെന്ന് മനസ്സിലാക്കാം. ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിന് പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും അത്യാവശ്യമാണ്. ഞാൻ എന്നതിലുപരി നമ്മളെന്ന് ചിന്തിക്കാൻ സാധിക്കണം. എന്നാൽ സ്വാർത്ഥരായ ആളുകൾക്ക് ഞാൻ എന്ന ചിന്ത മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവർക്കു വേണ്ടി നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചാലും അവരത് തിരിച്ചറിയുകയില്ല. പകരം അത് അവരുടെ അവകാശമാണെന്ന് അവർ കരുതും. അതുകൊണ്ട്
ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ആ വ്യക്തിക്ക് എത്രത്തോളം സ്വാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അമിതമായ സ്വാർത്ഥതയുള്ള ഒരാളോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയില്ല. 5-ാമത്തെ ലക്ഷണം, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവം. ചാണക്യൻ പറയുന്നു, ന വിശ്വസേത് കുമിത്രേച്ച മിത്രേച്ചാബിന വിശ്വസേത് കദാചിത് കുബിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത്. അർത്ഥം, ചീത്ത സുഹൃത്തുക്കളെ വിശ്വസിക്കരുത്, നല്ല സുഹൃത്തുക്കളെ പോലും പൂർണ്ണമായി വിശ്വസിക്കരുത്. കാരണം എപ്പോഴെങ്കിലും ആ സുഹൃത്ത് കോപിച്ചാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അവർ പുറത്തു പറയും. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ എപ്പോഴും നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവയ്ക്കാൻ ശ്രമിക്കും. അവർക്ക് അവരുടേതായ ഒരു രഹസ്യലോകം എപ്പോഴുമുണ്ടാകും. അതിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ അവരൊരിക്കലും തയ്യാറാകില്ല. അവരുടെ ഫോൺ, ലാപ്ടോപ്പ്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയെല്ലാം അവർ നിങ്ങളിൽ നിന്ന് ഒരു രഹസ്യമായി സൂക്ഷിക്കും. നിങ്ങളതെക്കുറിച്ച് ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയോ ചെയ്യും. അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ അവർ മടിക്കും. അവരുടെ ജീവിതത്തിൽ എപ്പോഴും ചില നിഗൂഢതകളുണ്ടാകും. തീർച്ചയായും എല്ലാവർക്കും അവരവരുടെ സ്വകാര്യത ആവശ്യമാണ്. എന്നാൽ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ പങ്കാളികൾ തമ്മിൽ അനാവശ്യമായ രഹസ്യങ്ങളുണ്ടാകാൻ പാടില്ല. സുതാര്യതയില്ലാത്ത ഒരു ബന്ധം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായി തുറന്നു സംസാരിക്കുക. എന്നിട്ടും അവർ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ അവർ നിങ്ങളെ വഞ്ചിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പൂർണ്ണമായി സത്യസന്ധത പുലർത്താൻ സാധിക്കുന്നില്ലായിരിക്കാം. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളെ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരെപ്പോഴും വേണമെങ്കിലും നിങ്ങളെ ചതിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നിങ്ങളോട് എത്രത്തോളം തുറന്നു പെരുമാറുന്നുണ്ട് എന്നുകൂടി പരിഗണിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 5 ലക്ഷണങ്ങൾ ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ്. ഈ ലക്ഷണങ്ങളെല്ലാം ഒരാളിൽ തന്നെ കാണണമെന്നില്ല. എന്നാൽ ഇതിലേതെങ്കിലും 1-2 ലക്ഷണങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. വിവാഹം എന്നത് 1000 വർഷത്തെ കണക്കാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നിർണയിക്കുന്നതിൽ പങ്കാളിക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ആളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും തിടുക്കം കാണിക്കരുത്. നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, മുൻകരുതലെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നീട് ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലത് തുടക്കത്തിലെ ശരിയായ തീരുമാനമെടുക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അടുത്ത തവണ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ചിന്തിക്കുക, പ്രവർത്തിക്കുക, മുന്നേറുക. നന്ദി, നമസ്കാരം.